ഇന്ന് നമ്മൾ കണ്ണൂരിലെ പ്രശസ്തമായ തൃച്ചംബര ക്ഷേത്രത്തിലേക്കാണ് കേട്ടോ പോകുന്നത്. ഞാനും നിഖിയാട്ടൻ്റെ അച്ഛനും അമ്മയും സിസ്റ്ററൊക്കെ ഉണ്ട്. കുറേ ആയിട്ടോ ഇങ്ങനെ എല്ലാവരും കൂടി ഒന്ന് പുറത്തു പോയിട്ട് ഒരു 1.5 വർഷം മുമ്പാട്ടം ഇവിടെ വന്നിരുന്നു എല്ലാവരും കൂടിയിട്ട്. സിസ്റ്റർ ഹസ്ബൻഡ് വന്ന സമയത്ത് പിന്നെ ഞാനൊരിക്കൽ അച്ചാച്ചന് ബലിയിടാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ കൂടെ വന്നിരുന്നു. എനിക്ക് ഇവിടുത്തെ ഈ ചിറ കാണാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ. ചെറാന്നാന്നോ കൊളാന്നാന്നോ പറയുന്നത് എനിക്കറിയില്ല. ചെറാന്നാന്ന് തോന്നും പറയാറ്. ഇനി എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഇവിടെ ഒരു ആൽമരൊക്കെ ഉണ്ട്. അതൊക്കെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. എന്തോ ഒരു മനസ്സിനൊരു കുളിർമയാണ് കേട്ടോ. കണ്ണൂർകാർക്ക് ഈ അമ്പലത്തിനെ പറ്റി പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യങ്ങളൊന്നും ഇല്ല അല്ലേ. എന്നാലും അറിയാത്ത പുറമെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. കർക്കിടവാവിൻ്റെ അന്നല്ലാണ്ട് എല്ലാ ദിവസവും ബലികർമ്മങ്ങൾ ഇവിടെ ചെയ്യാറുണ്ട്. തിരുനെല്ലിയിലാണ് അങ്ങനെ കാണാറ്. അത് കഴിഞ്ഞാൽ ഇവിടെയാണ് എൻ്റെ അറിവിൽ ഇങ്ങനെ ദിവസം ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സ്ഥലം. അങ്ങനെ നമ്മൾ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ബലിതർപ്പണത്തിനും ഒപ്പിക്കൽ എന്ന് പറയും. 40 ദിവസം കഴിഞ്ഞിട്ട് ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ട് ഒപ്പിക്കൽ എന്നും കൊണ്ടാക്കൽ എന്നൊക്കെ പറയും. അതിനൊക്കെ നമ്മൾ നാട്ടുകാർ വരുന്ന അമ്പലമാണ് ഇത്. വളരെ പേരുകേട്ട ഒരു അമ്പലമാണ്. നമ്മൾ അവിടെ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പോൾ ഇവിടെ പോയി നോക്കുമ്പോൾ ദേ ഒരാൾ എത്തി നോക്കുന്നു. അതൊരു പാമ്പായിരുന്നു. ഇവിടെ ഈ വെള്ളത്തിന് നടുക്ക് ഒരു ഗോപുരം പോലെ ഉണ്ട്, അതായത് ഒരു അമ്പലം പോലെ. അതുകൊണ്ടൊക്കെയാണ് ഇവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തൊക്കെയോ ഒരു സ്പെഷ്യാലിറ്റി ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ പറയായിരുന്നു, നമ്മൾ അറിയാണ്ടാണെങ്കിലും ഒരുപോലത്തെ ഡ്രസ്സ് ഇട്ടു, ഒരേ കളർ. കാരണം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്, നിഖിയാട്ടൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. ഞാൻ അവിടെ എത്തിയിട്ട് നോക്കുമ്പോൾ രണ്ടാളും ഒരേ കളർ. ഇങ്ങനെ രണ്ടാളും ഒരേ കളറാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് അത് പോയി മാറ്റാറാണ് പതിവ്. ഇന്ന് എന്ത് പറ്റിയെന്നറിയില്ല, അങ്ങനെ സംഭവിച്ചു. പക്ഷെ ഇങ്ങനെ കോയിൻസിഡൻസ് ആയിട്ട് സംഭവിക്കാറുണ്ട് കേട്ടോ എപ്പോഴും. പിന്നെ നമ്മൾ കുളക്കടവിൽ കുറച്ച് സമയമൊക്കെ ഇരുന്ന് നേരെ വീട്ടിലേക്ക് മടങ്ങി. അപ്പം ടാറ്റാ.